ക്യാപ്ഷനിൽ കണ്ട പോലെ തന്നെ ഇതൊരു മിനി വ്ളോഗാണ്. തണ്ണീർമുക്കം ബണ്ടിൻ്റെ അടുത്തുള്ള ലേക്ക് വ്യൂ ഒക്കെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇതെൻ്റെ ഹസ്ബൻഡ് പേര് അമൽ എന്നാണ്. പിന്നെ ഈ പിങ്ക് ചുരിദാർ ഇട്ടതാണ് ഞങ്ങളുടെ അമ്മ, ആ ബ്ലൂ ഷർട്ട് ഇട്ടതാണ് ഞങ്ങളുടെ അച്ഛ. പിന്നെ ഈ ഒരു ട്രിപ്പിൽ ഞങ്ങളുടെ അമ്മയുടെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും ഒക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അച്ഛൻ അവരുടെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാൽ ഇവിടെ നല്ല വെയിലായിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ അധികം നേരം സ്പെൻഡ് ചെയ്തില്ല. ഞങ്ങൾ കുറച്ച് നേരം ഈ കായലിൻ്റെയൊക്കെ വ്യൂ ഒക്കെ കണ്ടിട്ട് ഒരു നാരങ്ങ കുടിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് സ്കൂട്ടായി. ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് അർത്തുങ്കലിലാണ്. ഇതാണ് അർത്തുങ്കലിലെ ആ ഫേമസ് പള്ളി, അർത്തുങ്കൽ സെയിൻറ്റ് ആൻഡ്രൂസ് ബസിലിക്ക. ഞങ്ങൾ വണ്ടിയൊക്കെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് പള്ളിയുടെ അങ്ങോട്ട് പോവാം. ഇത്രയും ദൂരെ നിന്ന് ട്രാവൽ ചെയ്ത് വന്നിട്ടും ഞങ്ങൾക്ക് ഒരു ക്ഷീണവും തോന്നില്ല. കാരണം ഈ പള്ളിയുടെ അടുത്ത് വന്നപ്പോൾ ഒരു വല്ലാത്ത പോസിറ്റീവ് എനർജി, ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ. പൊതുവെ ഇവിടെ നല്ല തിരക്കാണെങ്കിലും ഞങ്ങൾ പോയ സമയത്ത് വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികളും പാരൻസും ഒക്കെ ആയിരുന്നു അധികം ഉണ്ടായിരുന്നത്. ഞാനിവിടെ പെരുന്നാളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അച്ഛൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. പള്ളി കണ്ടപ്പോഴേ പിന്നെ ആർക്കിടെക്ചറല്ലേ ഇത്. അതെ, പോർച്ചുഗൽ സ്റ്റൈലിലായി പള്ളി പണിതിരിക്കുന്നത്. ഏതാണ്ട് 1910 ആരംഭിച്ചതിൻ്റെ പണി 1967 കംപ്ലീറ്റ് ചെയ്തത്. പണ്ട് ഈ പള്ളി സ്ഥാപിച്ച സമയത്ത്, അതായത് AD 1584 ഈ ദേവാലയത്തിന്റെ രണ്ടാമത്തെ വികാരിയായിട്ട് ഇറ്റലിയിൽ നിന്ന് വന്ന ഫാദർ ജെക്കോമോ ഫെനീഷ്യോ, അതായത് അർത്തുങ്കക്കാരുടെ സ്വന്തം വെളുത്തച്ഛന്റെ പേരിലും, അതുപോലെ 3-ാം നൂറ്റാണ്ടിൽ റോമിൽ അമ്പ് ചെയ്ത് കൊലപ്പെടുത്തിയ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ പേരിലുമാണ് ഈ പള്ളി അറിയപ്പെടുന്നത്. വീഡിയോയിൽ എത്രമാത്രം പ്രസന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്നാലും നേരിട്ട് കാണാൻ ഒരു രക്ഷയില്ലായിരുന്നു ഈ ക്രിബൊക്കെ. പുൽക്കൂട് കണ്ടപ്പോൾ തന്നെ ഞാൻ അവിടെ കുറേ നേരം നോക്കി നിന്നു. അത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഒക്കെ എടുത്തേ. ഇപ്പൊ കാണുന്നതാണ് ഫാദർ ഫെനീഷ്യോ സ്ഥാപിച്ച പഴയ പള്ളി. ക്യാമറ അകത്ത് കയറ്റാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള സങ്കടത്തിൽ അച്ചാച്ചൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ഫോണുമായിട്ട് അകത്തോട്ട് കയറി. അങ്ങനെ പഴയ പള്ളി കാണാൻ വേണ്ടി അകത്തോട്ട് കയറിയപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഒരു കൺഫ്യൂഷൻ തോന്നിയത്. പണ്ടൊക്കെ ഇത്ര വലിയ പള്ളിയൊക്കെ പണിയുമെന്ന്. അന്നേരം ഗൂഗിളമ്മച്ചി പറഞ്ഞു ഇതല്ല ആദ്യത്തെ പള്ളിന്ന്. ആദ്യത്തെ പള്ളി തടിയും തെങ്ങോലയൊക്കെ വെച്ചിട്ട് പണിത് ചെറിയൊരു പള്ളിയായിരുന്നു. പിന്നീട് ഫാദർ ഫെനീഷ്യോ ആണ് ഇത് പുതുക്കി പണിതത്. അർത്തുങ്കപ്പള്ളി പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഫേമസ് ആയിട്ടൊരു പെരുന്നാളാണ്. ജനുവരി 10 മുതൽ 27 വരെയാണ് അർത്തുങ്കൽ മകരം തിരുനാൾ നടക്കുന്നത്. ആ ടൈമിലൊക്കെ അത്യാവശ്യം നല്ല റഷ് ഉണ്ടാവും ഇവിടെ. എന്തായാലും മൊത്തത്തിലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഫാമിലി ആയിട്ട് ഇവിടെ വരാൻ പറ്റി. ഇനി ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ അർത്തുങ്ക ബീച്ചിലെത്തി. ഇതല്ല കേട്ടോ അർത്തുങ്ക ബീച്ചിലോട്ടുള്ള എൻട്രി. ഞങ്ങളോട് ഒരുത്തം പറഞ്ഞു പാർക്കിംഗ് ഇതേ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ തപ്പി ഏറ്റവും ലാസ്റ്റ് കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് കയറാൻ ഗ്യാപ്പ് കിട്ടിയത് ഈ ചെറിയ വഴിയായിരുന്നു. എന്തായാലും അതിലെ കയറിയത് നന്നായി. അപ്പുറത്ത് ഭയങ്കര റഷായിരുന്നു. ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് എംറ്റി സ്പേസ് ഒക്കെ കാണാൻ പറ്റി. കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് തൊട്ടാണ് ഞാൻ ജോയിൻ ചെയ്തതെങ്കിലും എല്ലാ വർഷവും ക്രിസ്മസിന് ഇവർ എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോകാറുണ്ട്. ഈ പ്രാവശ്യം ഷെറിയില്ലല്ലോ എന്നുള്ള സങ്കടം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവനെ വീഡിയോ കോൾ ചെയ്ത് കടൽ കാണിക്കുകയാണ്. പിന്നെ ഷെറി, അവൻ ഞങ്ങളുടെ അനിയനാണ് കേട്ടോ. അവൻ ഇപ്പം ഇവിടെ ഇല്ല, അവൻ യൂറോപ്പിൽ പഠിക്കാൻ പോയേക്കാണ്. കുറച്ചു നേരം കൂടെ അവനോട് സംസാരിച്ച് നിന്നിട്ട് കടൽ കണ്ട സന്തോഷത്തിന് ഞാൻ നേരെ തിരയുടെ അടുത്തോട്ട് ഓടി. കാല് നനയ്ക്കാൻ മാത്രമേ പെർമിഷൻ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് ഞാൻ അവിടെ കാലൊക്കെ നനച്ച് കുറേ നേരം നിന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തേ, പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട് തീരത്ത് കടലമ്മ കള്ളിന്ന് എഴുതി വെച്ച തിര വന്നത് മായ്ച്ചു കൊണ്ടുവന്നു. അത് കേട്ട് ഞാൻ കടലമ്മ കള്ളി എന്നൊക്കെ എഴുതി വെച്ചെങ്കിലും എൻ്റെ കടലമ്മ കള്ളി മാത്രം ആരും മായ്ച്ചില്ല. അങ്ങനെ കുറച്ച് നേരം കൂടെ കടലിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. വീട്ടിൽ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ സങ്കടമായെങ്കിലും ഞങ്ങൾക്ക് കുമളി വരെ എത്തേണ്ടതുകൊണ്ട് ഇപ്പൊ പോയാലേ പറ്റത്തുള്ളൂ. അങ്ങനെ ഇവിടെ അവസാനിക്കുകയാണ് അർത്തുങ്കൽ മിനി വ്ളോഗ്. ഞങ്ങൾ തണ്ണീർമുക്കം ബണ്ടും അർത്തുങ്ക പള്ളിയും അർത്തുങ്ക ബീച്ചും ഒക്കെ കണ്ട് തിരിച്ചു കുമളിക്ക് പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബും ചെയ്യണം. ആൻഡ് ദിസ് ഇസ് നീനോ സൈനിങ് ഓഫ്.